ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता शिविशाखान्वितंश्च। ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवे भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। योऽन्तः प्रविश्य मम मां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं श्रुतो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणां स्वहितावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपम्। परमानंद पाठाय प्रेमवर्षि अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 17-ാമത്തെ അധ്യായം 42-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. വൃഷസ്യ നഷ്ടാം സ്ത്രീൻ പാദാൻ തപാ ശൗചം ദയാം ഇതി പ്രതിസന്ധത ആശ്വാസ്യ മഹിം ച സമവർദ്ധയത്. വൃഷസ്യ നഷ്ടാം സ്ത്രീൻ പാദാൻ തപാ ശൗചം ദയാം ഇതി പ്രതിസന്ധത ആശ്വാസ്യ മഹിം ച സമവർദ്ധയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. വൃഷസ്യ നഷ്ടാൻ ശ്രീൻ പാദാൻ തപസൗജം ദയാമിതേ പ്രതിസന്ധത ആശ്വാസ്യ മഹിം ച സമവർദ്ധയത്. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. അനന്തരം രാജാവ് ധർമ്മ വ്യക്തിത്വത്തിന്റെ, അതായത് യമധർമ്മ രാജാവിന്റെ നഷ്ടപ്പെട്ട പാദങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഉത്സാഹഭരിതമായ പ്രവർത്തനങ്ങളാൽ ഭൂമിദേവിയുടെ അവസ്ഥയെ തൃപ്തികരമാം വിധം അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് Hari യു. Bol. Thank you, Mataji. Thereafter, the king re-established the lost legs of the personality of religion, the bull, and by encouraging activities, he sufficiently improved the condition of the earth. പരീക്ഷിത് മഹാരാജാവ് നമുക്കറിയുന്ന പോലെ ബുൾ ആ കാളയുടെ 3 കാലും ഇല്ല. അപ്പൊ അതിനെ റീഎസ്റ്റാബ്ലിഷ് പുനഃസ്ഥാപിച്ചു. എങ്ങനെ പുനഃസ്ഥാപിച്ചു? കൃത്രിമ കാലുണ്ടാക്കിയിട്ട് കൊണ്ട് വെച്ചു കൊടുത്തു. അതായത് ചുരുക്കത്തില് പരീക്ഷിത് മഹാരാജാവിന്റെ രാജ്യത്ത് ഈ 3 കാലുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇവിടെ 3 പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. തപ, ശൗചം, ദയം. തപ തപസ്, ശൗചം ക്ലീൻലിനെസ്, ദയാം ദയ. ഇത് 3 ആ 3 കാലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് 3 ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലിനെ നിൽക്കുന്നത്, ആ മറ്റേ കാലം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരീക്ഷിത് മഹാരാജിനെ റീഎസ്റ്റാബ്ലിഷ് പുനഃസ്ഥാപിച്ചു പറഞ്ഞാൽ തൻ്റെ രാജ്യത്തെ
ഈ നിയമങ്ങളെ, ഈ 3 ധർമ്മങ്ങളെ ലംഘിക്കുന്ന ആരുമില്ല. അതുകൊണ്ട് കാളയ്ക്ക്, ബുള്ളിന് അല്ലെങ്കിൽ ധർമ്മ പേഴ്സണിഫൈഡ് അവിടെ എപ്പോഴും 4 റിലീജിയസ് പ്രിൻസിപ്പിൾസ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പേടിക്കാനില്ല. കാരണം പരീക്ഷിത് മഹാരാജാവാണ് അവസാനത്തെ ചക്രവർത്തി സാമ്രാട്ട്. അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഓക്കെ, അതിനുശേഷം എല്ലാം ചെറിയ ചെറിയ രാജാക്കന്മാർ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നശിച്ചു. രാജഭരണം എല്ലാം നശിച്ചു. ഇപ്പൊ നമുക്കറിയാം ഇതെല്ലാം ഇപ്പോൾ ഡെമോക്രസിയാണ് ഇവിടെ നടക്കുന്നത്. അത് പ്രഭുപാദ പറയുന്നത് ഡെമോക്രസി എന്നാണ് പറയുന്നത്. അപ്പോൾ മതേതരത്വം ഇതൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവസാനത്തെ ചക്രവർത്തി സാമ്രാട്ടായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിന്റെ സമയത്ത് ഈ എല്ലാ ധർമ്മങ്ങളും പാലിച്ച് ജീവിക്കുന്ന പ്രജകളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടിയില്ലായിരുന്നു. കലി പുരുഷന് അതിലേക്ക് പ്രവേശനം ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും കലിപുരുഷൻ പരീക്ഷിത് മഹാരാജാവിന് ശരണം പ്രാപിച്ചതുകൊണ്ട് ആ കലിപുരുഷനും അവിടെ ഒരു പ്രജയായിട്ട് വസിക്കാനുള്ള ഒരു സമ്മതം കൊടുത്തു. 4 സ്ഥലത്ത് നമുക്കറിയാം. അതിനുശേഷം ഒരു സ്ഥലം കൂടി കൂട്ടിക്കൊടുത്തു. 5ാമത്തേത് അതാണ് സ്വർണം, ധനം. അപ്പൊ അങ്ങനെ പരീക്ഷിത് മഹാരാജന്റെ സമയത്ത് ഇതൊന്നും പ്രശ്നമുണ്ടായില്ല. അതിനുശേഷമെല്ലാം അത് നശിച്ചു തുടങ്ങി. ഇത് 3 പൂർണ്ണമായിട്ട് നശിച്ചു എന്നാണ് പറയാം. വളരെ കുറച്ച് ആൾക്കാരിലെ ഈ ദയ, ശൗചം, തപസ് എല്ലാം കാണുന്നുള്ളൂ. 4ാമത്തെ സത്യം മാത്രമാണ് കുറച്ചുള്ളത്. അതിങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. Thereafter the king re-established the lost legs of the personality of religion, the bull, and by encouraging activities he sufficiently improved the conditions of earth. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ ആ കാലത്ത് കലിക്ക് വലിയ ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ താമസിക്കേണ്ട സ്ഥലം പരീക്ഷിത് മഹാരാജ് പോയ ശേഷമാണ് കലി ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങിയത്. കലിയുഗത്തിന് ഒരു കവി ഉപമിച്ചിരിക്കുന്നത് വാർദ്ധക്യത്തിനുണ്ട്. ജര അല്ലെ, ജന്മ, മൃത്യു, ജര, വ്യാധി. നമ്മളുടെ 4 പ്രോബ്ലംസ് ആണ് ഓരോരുത്തർക്കും, എല്ലാവർക്കും ഉള്ളതാണ്. ജന്മ, മൃത്യു, ജര, വ്യാധി. അപ്പോൾ ഒരു കവി ഉപമിച്ചിരിക്കുന്നത് കലിയുഗത്തിന് എന്തിനാണ്? ജര, വാർദ്ധക്യം. എന്തുകൊണ്ടാണ് ഈ വാർദ്ധക്യത്തിനോട് വിചരിക്കുന്നത്? കാരണം കലിയുഗത്തിലെ ശ്രുതി, നമ്മുടെ ശ്രുതി പറഞ്ഞാൽ കേൾവി അല്ലെ, നഷ്ടപ്പെടും വാർദ്ധക്യം വന്നാൽ. മിക്ക ആൾക്കാർക്കും പതുക്കെ പറഞ്ഞാൽ കേൾക്കില്ല, വളരെ ഉറക്കം. ഇപ്പൊ അതിനുള്ള പ്രതിവിധിയുണ്ട്, ഹിയറിംഗ് എയ്ഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രുതി നഷ്ടപ്പെടും. പിന്നെ സ്മൃതി എന്താണ്? നമ്മളുടെ ഓർമ്മശക്തി നഷ്ടപ്പെടും. നമുക്ക് പലതും ഓർമ്മ വരില്ല. ചാവി ചിലപ്പോൾ കയ്യിലുണ്ടായിരിക്കും, എന്നിട്ട് ചാവി ഇങ്ങനെ അന്വേഷിക്കും. കണ്ണട മുഖത്തുണ്ടായിരിക്കും, എന്നിട്ട് കണ്ണട അന്വേഷിക്കും. അങ്ങനെയാണ് കലിയുഗത്തില് നമ്മുടെ സ്മൃതി. തന്നെ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ശ്ലോകത്തില്, പ്രായേന അല്പായുഷാസഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രത. ഇതെല്ലാം കലിയുഗത്തിന്റെ ഓരോ നെഗറ്റീവ് ക്വാളിറ്റീസ് ആണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ശ്രുതി, നമുക്ക് കേൾവി നഷ്ടപ്പെടും. സ്മൃതി, നമ്മളുടെ ഓർമ്മശക്തി കുറയും. പിന്നെ ഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ 2 കാലം നമുക്ക് കടക്കാൻ പറ്റില്ല. എല്ലിനൊന്നും ബലമുണ്ടായിരിക്കില്ല. നമുക്ക് ഒറ്റയ്ക്ക്, അതായത് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എഴുന്നേൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വടി വേണം അല്ലെ. 3ാമത്തെ തേർഡ് ലെഗ് വേണം, വാക്കിംഗ് സ്റ്റിക്ക്. അതാണ് ഗതി. അപ്പോൾ നമുക്ക് നടക്കാനും കഴിയില്ല. പിന്നെ പറയുന്ന ദ്വിജ, നമ്മുടെ പല്ലുകളെല്ലാം കൊഴിയും, ബലം ഉണ്ടായിരിക്കില്ല. അപ്പം അതിനൊന്ന് ഒരുപാട് ഇതുണ്ട്, ഡെഞ്ചേഴ്സ് ഉണ്ട് അല്ലെ. ആർട്ടിഫിഷ്യൽ പല്ലൊക്കെ വയ്ക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ ഇതെല്ലാം സാധാരണ ഈ കലിയുഗത്തിന്റെ ഓരോ ഇൻഡിക്കേഷൻസ് ആണ് വാർദ്ധക്യത്തിൽ. എല്ലാ സമയത്തും ഉണ്ട്. പക്ഷെ നമ്മളുടെ പ്രായം വളരെ കുറവാണ്. അതാണ് കലിയുഗത്തിന്റെ വേറൊരു പ്രത്യേകത. അല്പായുസാണ്, 100 വർഷം. മറ്റു യുഗങ്ങളിലെ 1,00,000 വർഷം, 10,000 വർഷം, 1000 വർഷമൊക്കെ ജീവിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ ഇതൊക്കെ സംഭവിക്കുള്ളൂ, ടുവേർഡ്സ് ദെയർ എൻഡ് ഓഫ് ലൈഫ്. ഇവിടെ 100 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം ശേഷം തുടങ്ങി ഇതൊക്കെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ
ശ്രുതി നശിച്ചു, സ്മൃതി നശിച്ചു, ഗതി വാക്കിംഗ് എബിലിറ്റി നശിച്ചു, ദ്വിജ പല്ലെല്ലാം കൊഴിഞ്ഞു. പിന്നെ എന്താണ് പറയുന്നത്? ഗവാം. ഗവാം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെ ഓരോന്നോരോന്നായിട്ട് അതും ക്ഷീണിച്ചു തുടങ്ങും. എല്ലാ ഇന്ദ്രിയങ്ങളും, അതായത് ശബ്ദ, സ്പർശ, ഗന്ധ, രസം, ഇതെല്ലാം നമ്മുടെ ഒരുപാട് കുറേശ്ശായിട്ട് ക്ഷീണിച്ച് വരും, ഡിറ്റീറിയേഷൻ ആകും അല്ലേ. അപ്പോൾ ആക്ടിവിറ്റീസ് നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നശിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഗവാം. അതെല്ലാം അപ്പോൾ അതുകൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പം എന്താണ് ഇങ്ങനെ ഉപമിക്കാൻ കാരണം? ഇവിടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതി പറഞ്ഞാൽ? വേദങ്ങൾ. വേദങ്ങൾ, ഉപനിഷത്തുകളെല്ലാം ശ്രുതിയാണ്. അപ്പൊ ഇതൊന്നും ആരും ഫോളോ ചെയ്യില്ല. കലിയുഗത്തിന്റെ വേറൊരു പ്രഭാവമാണത്. ആരും സ്ക്രിപ്റ്റേഴ്സ് ഫോളോ ചെയ്യില്ല, ആർക്കും വേണ്ട. എല്ലാം മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഭൗതിക തലങ്ങളിലെ കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പൊ ശ്രുതി, അതായത് വേദങ്ങള്, ഉപനിഷത്തുകളൊന്നും ആരും ഫോളോ ചെയ്യില്ല. അതേപോലെ തന്നെ സ്മൃതി, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഇതും ആരും ഫോളോ ചെയ്യില്ല. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല കലിയുഗത്തിൽ. എല്ലാവർക്കും ഭൗതിക തലത്തിലുള്ള ആ വാസനകൾ മാത്രമേ ഉള്ളൂ. ആധ്യാത്മിക തലത്തിൽ അവർക്ക് പുരോഗതി വേണമെന്നോ, ഇവിടുന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണമെന്നോ, നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. അപ്പോൾ ശ്രുതി, സ്മൃതി. അത് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഗതി. ഗതി എന്ന് പറഞ്ഞാൽ ഒരുപാട് റിലീജിയസ് പാർട്സ് ഉണ്ട്, ഒരുപാട് റിലീജിയസ് ഓർഗനൈസേഷൻ ഉണ്ട്, സൊസൈറ്റീസ് ഉണ്ട്. പക്ഷെ ആർക്കും അതിൻ്റെ അന്തിമ ലക്ഷ്യം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ ആർക്കും അറിയില്ല. ഇതെല്ലാം നമ്മളുടെ കൂടുതൽ കംഫർട്ട് ലെവൽ കൂടാനാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും നമ്മളെന്താണ് കൂടുതൽ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് നല്ല ജോലി വേണം, നല്ല വീട് വേണം, നല്ല കാറ് വേണം, കുടുംബം വേണം. അതായത് നമ്മുടെ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത്. അപ്പോൾ ആ ഗതി, ഒരുപാട് പാത്സ്, ഒരുപാട് അതായത് പാതകളുണ്ട്. പക്ഷെ അതൊന്നും ഈശ്വര സാക്ഷാത്കാരത്തിനല്ല നമ്മൾ ഉപയോഗിക്കുന്നത് കലിയുഗത്തിൽ. എൻ്റെ ഭൗതിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുറയ്ക്ക് നന്നായിട്ട് നടക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ പോയിട്ട് കാണുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു, അവിടെ ഉണ്ടിപ്പെട്ടിയിൽ കുറച്ച് പൈസ ഇടുന്നു. ഒരു 100 രൂപ ഇട്ടാൽ എനിക്ക് വലിയൊരു ലോട്ടറി അടിക്കണം, നല്ല ജോലി കിട്ടണം, ഇങ്ങനെയുള്ള ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈവൻ റിലീജിയസ് സൊസൈറ്റീസ്, റിലീജിയസ് ആയിട്ടുള്ള കുറേ സ്ഥാപനങ്ങളോ എന്ത് വേണമെങ്കിൽ പറയാം, അപ്പോൾ അതെല്ലാം ശരിക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നില്ല, പരമലക്ഷ്യത്തെ അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്താണ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ്, അത് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, റിലീജിയസ് ഓർഗനൈസേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും ശരിക്കുള്ള നമ്മളെ നയിക്കുന്നില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. പിന്നെ ദ്വിജ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരെന്നും അർത്ഥമുണ്ട് അല്ലെ. ദ്വിജ ബന്ധു, ബ്രാഹ്മണന്മാരുടെ കൂട്ടുകാരൻ. ദ്വിജ ശ്രേഷ്ഠ, അതായത് ബ്രാഹ്മണന്മാരിലെ ശ്രേഷ്ഠൻ. ദ്വിജ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? ബ്രാഹ്മണന്മാർ അല്ലേ. അപ്പൊ ആ ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റീസ് ഇന്നത്തെ കലിയുഗത്തിൽ സമാധപസ്, തപസ്, ശൗചം, ഇതൊക്കെ വേണ്ടുന്ന ആ ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ പേരിന് മാത്രം ബ്രാഹ്മണന്മാര്, ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണന്മാര്, അങ്ങനത്തെ ബ്രാഹ്മണന്മാരായിരിക്കും കലിയുഗത്തിൽ. അല്ലാണ്ട് ആരും പ്രാക്ടീസിങ് ബ്രാഹ്മണന്മാരായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റിയും കുറഞ്ഞു. അതുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ആരും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സൊസൈറ്റിയിൽ ആരും നമ്മളെ ഗൈഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ഈവൻ ബ്രാഹ്മണന്മാരും കൂടിയും ശൂദ്രന്മാരുടെ തലത്തിലേക്ക് താഴ്ന്നു. അതുകൊണ്ട് കലികാലത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഇന്റലിജൻസ് ക്ലാസ് ആയിട്ടുള്ള ആ ബ്രാഹ്മണന്മാരുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അതെല്ലാം ടോട്ടലി എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിരിക്കും. ടോട്ടലി കണ്ടാമിനേറ്റഡ് ആയിരിക്കും. ഒന്നും പ്യുവർ ആയിരിക്കില്ല. കാരണം 3 ഗുണങ്ങൾ.
തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പൊ കൂടുതൽ നമ്മൾ ഇടപഴകുന്ന ഗുണം ഏതായിരിക്കും? തമോ ഗുണം, രജോ ഗുണം. സത്വഗുണത്തിന് വളരെ കുറവ്. ബ്രാഹ്മണന്മാരും കൂടി ഇല്ലല്ലോ, ശരിക്കുള്ള ബ്രാഹ്മണന്മാരില്ല. അതുകൊണ്ട് സത്വഗുണത്തിലുള്ള ആൾക്കാർ വളരെ വിരളമായിരിക്കും. കൂടുതലും തമോ ഗുണം അതേപോലെ രജോ ഗുണത്തിലുള്ള ആളായിരിക്കും. അപ്പൊ അതുകൊണ്ട് പൊതുവെ കലിയുഗം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും കംപ്ലീറ്റ് നാശം മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റീസ് വളരെ 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 കുറവാണ്. പിന്നെ അതേ കവി കലിയുഗത്തിനെ കേതകി ഫ്ലവറിനോട്, കേതകി ഫ്ലവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈതപ്പൂവ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? താഴം പൂവ് എന്നൊക്കെ പറയും. കൈതപ്പൂവിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൈതപ്പൂവിനോട് എന്താണ് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ, കൈതപ്പൂവ് അത് വളരെ കുറേ നല്ല നല്ല ഷാർപ്പായിട്ടുള്ള മുള്ള് ഉള്ളതാണ്. അത് അതിൻ്റെ ഇടയിൽ എപ്പോഴും പാമ്പുണ്ടായിരിക്കും, സൂക്ഷിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വളരില്ല, വളഞ്ഞ് വളഞ്ഞേ വളരുള്ളൂ. പിന്നെ ആ സ്ഥലം ഒരു കുറച്ച് കീച്ചൽ, അതായത് ചെളിയും ഡേട്ടിയൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. ഒരുപാട് ഒരു നെഗറ്റീവ് ക്വാളിറ്റീസ്, നല്ല ക്വാളിറ്റീസ് ഒന്നും ഇതിലില്ല. പക്ഷെ ഒരൊറ്റ ക്വാളിറ്റി നല്ലതുണ്ട്. ഓക്കെ, അതിൽ നിറച്ച് മുള്ളുണ്ട്, പാമ്പുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് വളരില്ല, ബുഷിയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്ലവർ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഫ്ലവർ, അതിൻ്റെ ക്വാളിറ്റിയാണ് കേതകി ഫ്ലവറിൻ്റെ ആ ഒരു നല്ല ഗുഡ് ക്വാളിറ്റി. ഇവിടെ കവി അതിനെ പുകഴ്ത്താണ്. കാരണം ഇത്രയൊക്കെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ ഫ്ലവറിൻ്റെ സുഗന്ധം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. വളരെ ദൂരത്തേക്ക് ഇതിൻ്റെ സുഗന്ധം സ്പ്രെഡ് ആവും. അത്രയും നല്ല സുഗന്ധമുള്ളൊരു ഫ്ലവറാണ്. പക്ഷെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഒരുപാട് അതായത് ഗുണമില്ലാത്ത നെഗറ്റീവ് ക്വാളിറ്റീസ് ഉള്ള ആ കൈതപ്പൂവിന് ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. എന്താണ്? അതിൻ്റെ വളരെ സുഗന്ധമുള്ള പുഷ്പം ആയ പൂവ്. അപ്പോൾ അതുകൊണ്ടാണ് കവി ഇവിടെ കലികാലത്തിന് ഈ കേതകി ഫ്ലവർ അല്ലെങ്കിൽ കൈതപ്പൂവിനോട് ഉപമിച്ചിരിക്കുന്നത്. അതേ ഉപമയാണ് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജോട് പറയുന്നത് കലികാലത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ആ കലികാലത്തിൻ്റെ ഉപമയാണ് ഇവിടെ കവി പറയുന്നത്. അല്ലാണ്ട് ഈ ഉപമയല്ല അവിടെ സുഖദേവ് ഗോസ്വാമി എടുക്കുന്നത്. സുഖദേവ് ഗോസ്വാമിയുടെ ആ ഒരു നിരീക്ഷണം, അതിൻ്റെ ഒരു ഉപമയാണ് ഇവിടെ കവി പറയുന്നത്. അതായത് കലികാലത്തിൽ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട് അല്ലേ? എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രായേന അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യ യുവദ്രത. ഈ ഇതൊക്കെ അല്ലേ? പിന്നെ കലൈർദോഷ നിധേയ രാജൻ, ഒരുപാട് ദോഷങ്ങളുണ്ട് എന്ന് പറയും. 4 ധർമ്മങ്ങളും അല്ല 4 റിലീജിയസ് പ്രിൻസിപ്പിളും ഇല്ല. സത്യം, തപസ്, ശൗചം, ദയ, ഇതൊന്നുമില്ല. ലിറ്ററലി നില്ലാണ്. ഓക്കെ, ഇതൊക്കെയാണ് കലികാലത്തിൻ്റെ വൈഭവങ്ങൾ. പക്ഷേ അസ്തിയേക്കോ മഹാൻ ഗുണാൻ, ഒരു ഗുണമുണ്ട്, വളരെ നല്ലൊരു ഗുണം. ഒരുപാട് പോരായ്മകൾ, ഒരുപാട് കുറവുകൾ, ഒരുപാട് കുറ്റങ്ങൾ കലിയുഗത്തിനുണ്ടെങ്കിലും കൂടിയിട്ട് പക്ഷെ ഒരു നല്ല ഗുണമുണ്ട്. എന്താണ്? കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരമ്പര ചെയ്ത്, ഹരിനാമ കീർത്തനം കൊണ്ട്, ഹരിനാമ കീർത്തനം ചെയ്താൽ നമുക്ക് മുക്ത സംഘ പരമ്പര ചെയ്ത് നമ്മൾ ഈ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് വിട്ടിട്ട് ഭഗവാന്റെ ഭഗവത് ധാമിലേക്ക് പോകാനുള്ള അവസരം ഭഗവാൻ നമുക്ക് തരുന്നു. എങ്ങനെ? ആ കേതകി കൈതപ്പൂവിൻ്റെ ഒരുപാട് ദുഷിച്ച ഗുണങ്ങളാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് മുള്ളുണ്ട്, പാമ്പിൻ്റെ ശല്യമുണ്ടായിരിക്കും, എനിക്ക് അന്ന് പൂവെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിൻ്റെ സുഗന്ധമാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതേപോലെ തന്നെ പരീക്ഷിത് മഹാരാജാവിനോട് സുഖദേവ് ഗോസ്വാമി പറയുന്നത് ഈ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് കലിയുഗത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഓപ്ഷൻ തരികയാണെങ്കിൽ സത്യയുഗം, ത്രേതായുഗം, പിന്നെ ദ്വാപരയുഗം, കലിയുഗം, ഏതിലാണ് നമുക്ക് ജനിക്കാൻ അവസരം വേണ്ടത് വെച്ചാൽ നമ്മൾ ഏത് ചൂസ് ചെയ്യണം? സത്യയുഗം എല്ലാ ധർമ്മങ്ങളും ആചരിക്കുന്ന, ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ഇൻ്റലക്റ്റ് ഒക്കെ നന്നായിരിക്കും. അതേപോലെ നമ്മൾ പാപകർമ്മങ്ങളൊന്നും ചെയ്യില്ല. ഓക്കെ, ധ്യാനിക്കാം, ഭഗവാനെ എത്രയോ വർഷങ്ങൾ ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റി. യുഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സത്യയുഗമാണ്. എല്ലാ റിലീജിയസ് പ്രിൻസിപ്പിളും ഉണ്ടായില്ല അവിടെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, ഒരു ഓപ്ഷൻ കിട്ടുകയാണ്,
കലികാലത്തിൽ വേണോ, ദ്വാപരയുഗത്തിൽ വേണോ, അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ വേണോ, അല്ലെങ്കിൽ സത്യയുഗത്തിൽ വേണോ? ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക? ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കലിയുഗം. കലിയുഗം. എന്തേ? കാരണം എന്താ? കലിയുഗത്തില് വേഗം ഭഗവത് സാക്ഷാത്കാരം നാമജപം മാത്രം മതി. നാമജപം കൊണ്ട് തന്നെ നമുക്ക് കലിയുഗത്തില് ഭഗവാനെ അടുത്തെത്താൻ പറ്റും. മറ്റേ യുഗങ്ങളിലെല്ലാം തപസ് അനുഷ്ഠിക്കുക, യാഗങ്ങൾ, ഓരോരോ നിഷ്ഠകൾ ചെയ്യണം. കലിയുഗത്തില് നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഈവൻ ദേവതമാരെ, അതായത് ഉപരിഗ്രഹങ്ങളിലെ ദേവതമാരും കൂടിയും കലിയുഗത്തിൽ ഇവിടെ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ അത്രയും സരളമായിട്ടുള്ള നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി നേടാൻ പറ്റുന്ന പറയുന്നത്. അതുകൊണ്ട് ഈവൻ അവരും കൂടി ആഗ്രഹിക്കുന്നു കലിയുഗത്തില് ഇവിടെ ഭൂമിയിൽ വന്ന് ജനിക്കാൻ വേണ്ടിയിട്ട്. കുറേ ലൈഫ് സ്പാൻ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് അൾട്ടിമേറ്റ്ലി ഭഗവത് ധാമിൽ പോകാൻ പറ്റില്ല. ഭഗവത് സാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പോൾ ഷോർട്ട് ലൈഫ് മതി. അതിൽ ഈ ഒരു ഗുഡ് ക്വാളിറ്റി, കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘപദം പ്രജ. അപ്പോൾ അതാണ് കലിയുഗത്തിൻ്റെ ഒരു മഹാത്മ്യം. ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. ശരി, ചൈതന്യ മഹാപ്രഭു പറയുന്നത് നമ്മളുടെ ഖണ്ഡത്തില് എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തിയേവ 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 ഗതിരന്യഥ. എപ്പോഴും നമ്മുടെ ഖണ്ഡത്തിലെ ഈ നാമം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഖണ്ഡത്തിൽ എപ്പോഴും ഒരു ഇൻവിസിബിൾ നെക്ലസ് ധരിക്കണം. എന്താണ് ഇൻവിസിബിൾ നെക്ലസ്? എന്ത് മന്ത്രമാണ്? തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുനാം അമാനീനമാനദേന കീർത്തനീയ സദാ. അപ്പോൾ ഈ ഹരിനാമമില്ലാതെ വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ ഈ ഒരു ഹരിനാമം വളരെ സരളമായിട്ടുള്ളത്. നമ്മൾ 1000 വർഷം ഒന്നും തപസ് ചെയ്യാൻ പോകണ്ട, കാട്ടിൽ തപസ് ചെയ്യാൻ പോകണ്ട, പേടിയുണ്ടായിരിക്കും. നമുക്കൊന്നും വീട്ടിലൊറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല, എന്നിട്ടല്ലേ കാട്ടിൽ പോകുന്നു. അപ്പം അന്നൊക്കെ കാട്ടിൽ പോയിട്ടാണ് തപസ് ചെയ്യുക. അപ്പോൾ നിർഭയം ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പം ഇന്നത്തെ കാലം നടക്കില്ല. അപ്പോൾ വളരെ സരളമായിട്ടുള്ള ഈ ഹരിനാമ സങ്കീർത്തനത്തിലൂടെ പ്രഭുപാദ പറയുന്നുണ്ട് നമ്മളുടെ ഈ പ്രോസസ്സ് എത്രയും ആനന്ദകരമാണ്. എന്താണ്? സിംഗിങ്, ഡാൻസിങ് ആൻഡ് ഫീസ്റ്റിംഗ്. എപ്പോഴും അല്ലേ? നമ്മുടെ സൊസൈറ്റി പറഞ്ഞ സിംഗിങ്, ഡാൻസിങ് ആൻഡ് ഫീസ്റ്റിംഗ്. എവറി ഡേ ഈസ് എ ഫെസ്റ്റിവൽ, എവറി വേർഡ് ഈസ് എ സോങ്, എവറി സ്റ്റെപ്പ് ഈസ് എ ഡാൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും സരളമായിട്ടുള്ള ഈ പ്രോസസ്സിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടാന്നുണ്ടെങ്കിൽ ഇതിലും വേറെ എന്താണ് നമുക്ക് വേണ്ടത്? അപ്പം അതുകൊണ്ടാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവിനോട് സുഖദേവ് ഗോസ്വാമി പറയുന്നത് കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരംബ്രജ്. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, നാമവിനോ കലികാലെ നാഹി ആരധർമ്മ സർവമന്ത്ര സാരാനാമ ഏഹി ശാസ്ത്ര മർമ്മ. നാമമല്ലാതെ കലികാലത്തിൽ വേറെ ഒരു ശാസ്ത്രത്തിന്റെ ഒരു വിധിയും പറഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിൽ വേറൊരു വിധിയും പറഞ്ഞിട്ടില്ല. സർവമന്ത്ര സാരനാമ, എല്ലാ മന്ത്രങ്ങളുടെയും എല്ലാ നാമങ്ങളുടെയും സാരമാണിത് ഈ നാമസങ്കീർത്തനം, ഹരിനാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഈ ശാസ്ത്ര മർമ്മ, ഇതാണ് ശാസ്ത്രത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ മർമ്മം അതാണ്. അപ്പൊ ഇത് അപ്പൊ അതുകൊണ്ടാണ് കലികാലം നമുക്ക് എല്ലാം ഫേവറബിൾ ആണ്. ഈ എല്ലാം ഒരുപാട് അനർത്ഥങ്ങളും ഒരുപാട് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഈ ഒരു നല്ല ക്വാളിറ്റി കൊണ്ട് നമുക്ക് അതിനെല്ലാം സപ്രസ് ചെയ്യാൻ പറ്റും. അത് മറ്റേ എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസിനെയും എക്ലിപ്സ് ചെയ്യാൻ പറ്റും, അതിനെ മറയ്ക്കാൻ പറ്റും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും ഈ ഒറ്റ ക്വാളിറ്റി കൊണ്ട്. ഇല്ലേ? എക്ലിപ്സ് പറയാം, അതിൻ്റെ ഇപ്പോൾ ഇതൊക്കെ ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും ഒക്കെ അല്ലേ? ചിലപ്പോൾ ചന്ദ്രനെ മറയ്ക്കുന്നു, ചിലപ്പോൾ സൂര്യനെ മറയ്ക്കുന്നു. അതേപോലെ ഈ നെഗറ്റീവ് ക്വാളിറ്റീസിനെ എല്ലാം ഈ ഒരു ഗുഡ് ക്വാളിറ്റീസ് മറയ്ക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അതാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ രാജ്യഭരണകാലത്തിൽ ഉണ്ടായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ. കാരണം ധർമ്മരാജാവ് യുധിഷ്ഠിരൻ എങ്ങനെ രാജഭരണം കാഴ്ചവെച്ചു അതേപോലെ തന്നെയാണ് പരീക്ഷിത് മഹാരാജാവ്. യാതൊരു കുറവുമില്ല. തൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ, ഗ്രാൻഡ് ഫാദറിൻ്റെ ആ പാതയിലൂടെയാണ് പരീക്ഷിത് മഹാരാജാവും സഞ്ചരിച്ചത്.
So by designating particular places for the personality of Kali, Maharaja Parikshit practically cheated Kali. ഇവിടെ പറയുന്നത് പ്രഭാത പർപ്പോട്ടിൽ പറയുന്നത് പരീക്ഷിത് മഹാരാജാവ് കലിപുരുഷനെ ശരിക്കും ചതിച്ചു എന്നാ പറയണത്. സ്ഥലം കൊടുത്തു, പക്ഷെ അവിടെ നിന്നും അദ്ദേഹത്തിന് ഫ്ലറിഷ് ചെയ്യാൻ പറ്റില്ല. ആരും നിയമങ്ങൾ ലംഘിക്കുന്നില്ല. സോ ഇൻ ദ പ്രസൻസ് ഓഫ് കലി, ധർമ്മ ഇൻ ദ ഷേപ്പ് ഓഫ് എ ബുൾ ആൻഡ് എർത്ത് in the shape of a cow, he could actually estimate the general condition of his kingdom, and therefore he at once took proper steps to re-establish the legs of the bull, namely austerity, cleanliness and mercy. അപ്പോൾ 3 കാലാണ് അവിടെ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ആദ്യത്തെ ഓസ്റ്ററിറ്റി, തപസ്, സത്യയുഗത്തിലാണ് നഷ്ടപ്പെട്ടത്, അവസാനം, സത്യയുഗത്തിന്റെ അവസാനം. പിന്നെ മേഴ്സി, അതായത് രണ്ടാമത്തെ ത്രേതായുഗത്തിൽ മേഴ്സി, ദയ. അവിടെ അപ്പോഴാണ് ഈ യജ്ഞങ്ങളും ഹോമങ്ങളൊക്കെ, ആ യജ്ഞങ്ങളും ഹോമങ്ങളൊക്കെ അതായത് നമ്മളുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് നഷ്ടപ്പെട്ടത്. പിന്നെ മൂന്നാമത്തേത് ക്ലെൻലിനെസ്, അത് എപ്പോഴാണ്? ദ്വാപരയുഗത്തിൽ. ഓക്കെ, അതാണ് ഇവിടെ ഇലിസിറ്റ് സെക്സ്. അങ്ങനെ 3 ആ ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ആണ് അവിടെ നഷ്ടപ്പെട്ടത്. അതാണ് 3 കാലിൻ്റെ ആ ഒരു ഇത് പറയുന്നത് ഇവിടെ. ആൻഡ് ഫോർ ദ ജനറൽ ബെനിഫിറ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്, ഹി സോ ദാറ്റ് ദ ഗോൾഡ് സ്റ്റോക്ക് മൈറ്റ് ബി എംപ്ലോയിഡ് ഫോർ സ്റ്റെബിലൈസേഷൻ. പിന്നെ ധനം. അപ്പം അന്നത്തെ കാലത്ത് ധനം എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആയിരുന്നു. നമുക്കറിയാം, രൂപ ഗോസ്വാമിക്കൊക്കെ അവിടുന്ന് റിട്ടയർമെന്റ് ചെയ്തപ്പോൾ കിട്ടിയത് 2 ബോട്ട് ഫുൾ ഓഫ് ഗോൾഡ് കോയിൻസ് ആയിരുന്നു. 2 ബോട്ട്, ആലോചിച്ചൊക്കെ എത്രയായിരുന്നു. അപ്പം അന്ന് കറൻസി നോട്ടൊന്നല്ല. അപ്പോൾ ശരിക്കും വാല്യൂ, അതായത് 10 അല്ലെങ്കിൽ 100 രൂപ, 10 രൂപ, അത്രയും ശരിക്കും മൂല്യമുള്ള ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ സിൽവർ കോയിൻസ് അല്ലെങ്കിൽ കോപ്പർ, പിന്നീട് കോപ്പർ കോയിൻസ് ഒക്കെ കുറച്ചു കാലം, ഒരു 75 കൊല്ലം മുമ്പൊക്കെ, 75 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോയിൻസ് അല്ലേ, കോപ്പർ കോയിൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള മൂല്യം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് നോട്ടാണ്. നോട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പോയി, പ്രോമിസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതിനൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ശരിക്കുള്ള അതിന് മൂല്യത്തിലുള്ള ഗോൾഡ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ ഇൻഫ്ലേഷൻ നടക്കില്ല. സോ ഗോൾഡ് ഈസ് സർട്ടൻലി എ ജനറേറ്റർ ഓഫ് ഫോൾസിറ്റി, ഇൻടോക്സിക്കേഷൻ, prostitution, enmity and violence, but under the guidance of a proper king or public leader or a brahmana or sannyasi, same gold can be properly utilized to reestablish the lost legs of the bull, the personality of religion. അപ്പൊ ഈ ധനം, ഈ സമ്പത്ത് അല്ലെങ്കിൽ ഗോൾഡ് കാരണമാണ് എവിടെ ധനമുണ്ടോ അവിടെ എല്ലാം ഈ 4 ധാർമ്മിക് പ്രിൻസിപ്പിൾസും ലംഘിക്കപ്പെടും. അതിനുള്ള വഴിയാണത്. അതുകൊണ്ടാണ് കുന്തി മഹാറാണി പറയുന്നത്, ജന്മ ഐശ്വര്യ ശ്രീബീർ. ഇതിലുള്ള ആൾക്കാർക്ക് ഭഗവാനെ സമീപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാം എനിക്കുണ്ട്, എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് മസിൽ പവർ ഉണ്ട്, എനിക്ക് അറിവുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെന്തിനാ ഞാൻ ഭഗവാനെ ആരാധിക്കുന്നത്? അപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് അതുണ്ടായാലും അതിനെ നേരെ വഴിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ധനമുണ്ടെങ്കിൽ, നമുക്ക് നല്ല സൊസൈറ്റിയിൽ നല്ല ഇൻഫ്ലുവൻസും കഴിവുണ്ടെങ്കിൽ നമ്മൾ ഇതിനെല്ലാം ദുരുപയോഗിക്കും. അങ്ങനെ ദുരുപയോഗിക്കാൻ തുടങ്ങിയാൽ പാപകർമ്മങ്ങളിൽ ഏർപ്പെടും. എന്താണ് ഈ പാപകർമ്മങ്ങൾ? ഗ്രോസ് ആയിട്ടുള്ള പാപകർമ്മങ്ങളാണ് ഫോൾസിറ്റി, ഇൻടോക്സിക്കേഷൻ, പ്രോസ്റ്റിറ്റ്യൂഷൻ, എൻമിറ്റി, വയലൻസ്. അപ്പോൾ നമ്മളെ അത് തീർച്ചയായിട്ടും നരകത്തിലേക്ക് നയിക്കും. സോ ബട്ട് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് പ്രോപ്പർ, ഒരു നല്ല രാജാവുണ്ടെങ്കിൽ, നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ, നല്ല ബ്രാഹ്മണന്മാർ. എന്താണ് ബ്രാഹ്മണനെ എടുത്ത് പറയുന്നത്? കാരണം ബ്രാഹ്മണന്മാര് ഇന്റലിജന്റ് ക്ലാസ് ആണ്, അവരാണ് മറ്റ് സമൂഹത്തെ നയിക്കേണ്ട ആൾക്കാർ നേർവഴിക്ക്. ഒരു സന്യാസി, അതേപോലെ സന്യാസിക്ക് അവർക്ക് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സ്വയം നന്നാവണം, മറ്റുള്ളവരെ നന്നാക്കണം, ഇതാണ് സന്യാസിനി. അതുകൊണ്ട് ആ സമ്പത്ത് നല്ല വഴിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു സൊസൈറ്റിക്ക് ഉപകാരപ്രദമാവും. ഗോൾഡ് ധനം അതായത് ഭഗവാന്റെ കാര്യങ്ങളിൽ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് രൂപഗോസ്വാമി ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് 50% നമ്മുടെ ഒരു ഇൻകം ഉണ്ടെങ്കിൽ 50% അത് ഡിവോഷണൽ ആക്ടിവിറ്റീസ്, ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കണം. 25% നമ്മളുടെ ഫാമിലി മെയിൻ്റനൻസ്, 25% എമർജൻസിക്ക് വെക്കണം എന്നാണ് പറയുന്നത്.
So the same gold can be properly utilized to re-establish the lost legs of the bull, the personality of religion. Maharaja Parikshit, therefore, like his grandfather Arjuna, collected all illicit gold kept for the propensities of Kali and employed in the Sankirtana Yajna as per instruction of the Srimad Bhagavatam. ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് പ്രകാരം തൻ്റെ ഗ്രാൻഡ് ഫാദർ അർജുനന്റെ കാൽപാദങ്ങൾ പിന്തുടർന്ന് മഹാരാജ പരീക്ഷിത് എല്ലാം സങ്കീർത്തന യജ്ഞത്തിന് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. 1000, അതായത് 1000 ഇയർ സാക്രിഫൈസ് ആണ് അന്ന് നൈമിശാരണ്യത്തിൽ ശൗനകാദി ഋഷികളുടെ നേതൃത്വത്തിൽ അവിടെ തുടങ്ങിയത് 1000 ഇയർ. അപ്പൊ എന്തിനായിരുന്നു? അവർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, വരാൻ പോകുന്ന ജനറേഷനെ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. കലിയുഗത്തിൽ നമ്മളെല്ലാം സഫർ ചെയ്യാൻ പോവാണ്. അപ്പൊ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് 1000 ഇയർ സാക്രിഫൈസ് അവര് അവിടെ തുടങ്ങി വെച്ചത്. അവർക്ക് അവരുടെ ഒരു ഭൗതിക സുഖത്തിനായിരുന്നില്ല, നന്നായിട്ട് അറിയാമായിരുന്നു അന്നത്തെ സേജസിന്. അതായത് കലികാലം അത്രയും തരം താഴ്ന്നിട്ടുള്ളൊരു കാലമാണ്. അപ്പൊ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നല്ല രാജാക്കന്മാര്, നല്ല ലീഡേഴ്സ്, ബ്രാഹ്മണന്മാര്, സന്യാസിമാരെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഈ പൈസ എല്ലാം എന്തിന് ഉപയോഗിച്ചു? സങ്കീർത്തന യജ്ഞത്തിന് ഉപയോഗിച്ചു. ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദി ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭാഗവതത്തിന്റെ നിർദ്ദേശപ്രകാരം. ആസ് വി ഹാവ് സജസ്റ്റഡ് ബിഫോർ, once accumulated wealth may be divided into 3 parts for distribution, namely 50% for the service of the Lord, 25% for the family members, and 25% for the personal necessities. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 50, 25, 25. രൂപഗോസ്വാമി അങ്ങനെയാണ് തൻ്റെ ആ സമ്പാദ്യം മുഴുവൻ വിനിയോഗിച്ചത്. അപ്പൊ അതൊരു നമ്മളൊരു മോഡലാക്കി എടുക്കുക. എല്ലെങ്കിലും കൂടി അതൊന്നും ചെയ്യാൻ പറ്റില്ല, 50% ഒന്നും കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് സം എമൗണ്ട് ഫ്രം അവർ ഹാർഡ് ഏൺ മണി. ഓക്കെ, അത് തീർച്ചയായിട്ടും നമ്മൾ ഭഗവത് സേവനത്തിനായിട്ട് പല കാര്യങ്ങളുണ്ട്. നമ്മൾ പോകുന്നു, സന്യാസിമാർക്ക് കൊടുക്കുന്നു, ടെമ്പിൾ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നു, ടെമ്പിൾ മെയിൻ്റെനൻസ് കൊടുക്കുന്നു, ഇതെല്ലാം അതിൽ പെടും. ഓക്കെ, അപ്പോൾ ഒരു സർട്ടൻ ബേസിസ് നമ്മൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ 1% 2% 5 or 10 നമ്മളുടേതനുസരിച്ച് അറ്റ്ലീസ്റ്റ് സം എമൗണ്ട്. കാരണം നമ്മൾ ഇന്ന് സമ്പാദിക്കുന്ന പൈസ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് കണ്ടാമിനേറ്റഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡയറക്ട്ലി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നുണ്ടാവില്ല, അതായത് ധാർമ്മിക് പ്രിൻസിപ്പിൾസ് നമ്മളൊന്നും ബ്രേക്ക് ചെയ്യുന്നുണ്ടാവില്ല. എങ്കിലും കൂടി ഇൻഡയറക്ട്ലി നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നതോ നമ്മൾ ഇടപഴകുന്നതോ നമ്മൾ കിട്ടുന്ന സമ്പാദ്യം അങ്ങനത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മതിയായി. അത് ബ്രേക്ക് ചെയ്യുന്ന, അതായത് ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും നമ്മൾ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടാമിനേറ്റഡ്, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. അപ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ദാനം കൊടുക്കണം. ദാനം എന്ന് പറഞ്ഞാൽ അത് ഡിവോഷണൽ ആക്ടിവിറ്റീസ് ആയിരിക്കണം. കൈ അറിഞ്ഞ് ദാനം കൊടുക്കണം എന്ന് പറയുന്നല്ലേ. എന്തിനെങ്കിലും ദാനം കൊടുത്ത് കാര്യമില്ല. ആ ദാനം ശരിക്കുള്ള ചെയ്യണം, ശരിക്കുള്ള കാര്യത്തിൽ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ദാനം അത് നമ്മൾ അറിയാണ്ട് അവർ വേറെ വല്ല കാര്യങ്ങൾ ഉപയോഗിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് 1/6 ഓഫ് ദ റിയാക്ഷൻ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കൈ അറിഞ്ഞ് ദാനം ചെയ്യുക. അത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ദാനം എങ്ങനെയായിരിക്കണം? ടു അപ്രോപ്രിയേറ്റ് പേഴ്സൺ അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം ഫോർ അപ്രോപ്രിയേറ്റ് കോസ്. ഇതായിരിക്കണം ദാനം. അപ്പൊ നമ്മളുടെ ധനം ശുദ്ധീകരിക്കാനും ആ ദാനം ആവശ്യമാണ്. Spending 50% for the service of the Lord or for propagation of spiritual knowledge in society by of Sankirtana Yajna is the maximum display of human mercy. അതായത് മനുഷ്യ ആ കൃപ, മറ്റുള്ളവർക്കുള്ള നമ്മളുടെ ഒരു കമ്പാഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും അതിൻ്റെ സ്പിരിച്വൽ ക്രെഡിറ്റ് തീർച്ചയായിട്ടും കിട്ടും. പീപ്പിൾ ഓഫ് ദ വേൾഡ് ആർ ജനറലി ഇൻ ഡാർക്ക്നെസ് റിഗാർഡിംഗ് സ്പിരിച്വൽ നോളേജ്, especially in regard to devotional service of the Lord. And therefore, to propagate the systematic transcendental knowledge of devotional service is the greatest mercy that one can show in the... ഏതാണ് ഏറ്റവും നല്ലൊരു വെൽഫെയർ ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ, നമ്മളൊരു മനുഷ്യന് വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ധനസഹായം കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ തുണികൾ വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും കൂടിയിട്ട് ഏറ്റവും നന്മയേറിയ ദ ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ
ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഡിവോഷണൽ ആക്ടിവിറ്റീസ്, ഡിവോഷണൽ സർവീസ് പറഞ്ഞു കൊടുക്കുക. കാരണം അത് മാത്രമാണ് പെർമനന്റ് ആയിട്ടുള്ളൂ, മറ്റത് ടെമ്പററിയാണ്. ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ റൊട്ടി കപ്പട മക്കാൻ കൊടുക്കുന്നതെങ്കിൽ ഇത് ആത്മാവിന് വേണ്ടിയിട്ടാണ്. അതായത് സ്പിരിച്വൽ സെർമൺ, അതായത് ഭഗവാന്റെ പറ്റിയിട്ടുള്ള ഡിവോഷണൽ ആക്ടിവിറ്റീസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അത് അവരെ പ്യൂരിഫൈ ചെയ്യും. അത് എറ്റേണിറ്റി, ഫോർ എറ്റേണിറ്റി, ആ പെർമനന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത്. മറ്റത് ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ശരീരം എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലമേ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതാണല്ലോ ഭഗവാൻ പറയുന്നത്, നേഹ വിക്രമനാശ്വസി പ്രത്യവായോന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപായത്തെ, അല്ലെ? അപ്പൊ അങ്ങനെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അത് എപ്പോഴും അവിടെ കേട്ടായിട്ട് കിടക്കും. ഒരിക്കലും അതിന് ലോസ് ഓർ ഡിമിനിഷൻ ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത്. So certainly austerity, cleanliness and mercy automatically ensue. And thus the last three legs of the personality of religion are automatically established. When there is sufficient austerity, cleanliness, mercy and truthfulness, naturally Mother Earth is completely satisfied and there is very little chance for Kali to infiltrate the structure of human society. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ലൂപ്പ് ഹോൾ ഇല്ലാണ്ട് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ഈ ധാർമ്മിക് പ്രിൻസിപ്പിൾസ്, കലിക്ക് ഈ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയിലെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ, നുഴഞ്ഞു കയറാൻ ഒരു അവസരം കിട്ടില്ല. നമ്മളാണ് കലിയെ ഇവിടെ പ്രവേശിപ്പിക്കുന്നത്. നമ്മളുടെ ഓരോ കർമ്മങ്ങളാണ്, ഓരോ ആക്ടിവിറ്റി. നമ്മൾ ഇതൊന്നും ബ്രേക്ക് ചെയ്യാണ്ട്, ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ കലിക്ക് ഇവിടെ യാതൊരു വാസസ്ഥലം കിട്ടില്ല. പക്ഷെ കലിയെ നമ്മളാണ് ഇവിടെ കൊണ്ടിരുന്നത്. അപ്പോൾ കലിക്ക് ഹാപ്പിയായി. കലിയുഗ് എന്ന് പറഞ്ഞാൽ കലി പുരുഷന്റെ സമയമാണ്, നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. So text 43 and 44. Sa esha etarhyadyastha asanam parthivochidam pitamahenopanashtam rajñaranyam vivikshadam आस्ते धुना सराजर्षि कौरवेन्द्र श्रियोलसम गजाह्वये महाभागस चक्रवर्ती बृहस्रवा स एष एतर्ह्यध्यस्ता आसनं पार्थिवोचितं पितामहेनोपन्यास्तं राजारण्यं विविक्षदाम् आस्ते धूमसराजर्षि कौरवेन्द्र श्रियोलसम गजावये महाभागस चक्रवर्ती बृहस्रवा. हरे कृष्णा. हरि बोल. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? വായിച്ചോളൂ. നമോ ഭഗവതേ വാസുദേവായ. സ ഏഷ ഏദർഹി അധ്യാസ്ത ആസനം പാർത്ഥിവോജിതം പിതാമഹേനോപന്യസ്തം രാജ്ഞാരണ്യം വിവക്ഷ്യത ആസ്തേതുനാ രാജർഷി കൗരവേന്ദ്രശ്രിയോല്ലസൻ ഗജാഹയേ മഹാഭാഗ ചക്രവർത്തി ബൃഹസ്രവാഹ. വിവർത്തനം. ശ്രീലപ്രഭാതിക്ക് ജയ്. ആരണ്യവാസത്തിന് അഭിലഷിച്ച മഹാരാജാവ് യുധിഷ്ഠിരൻ ഹസ്തിനപുര രാജ്യം വിശ്വസിച്ച് ഏൽപ്പിച്ച മഹാഭാഗ്യവാനായ പരീക്ഷിത്ത് മഹാരാജാവ് കുരുവംശ രാജാക്കന്മാരുടെ കർമ്മങ്ങളിൽ ശ്ലാഘിക്കപ്പെട്ട് മഹാവിജയത്തോടെ ഇന്ന് പ്രപഞ്ചം ഭരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. Very good. Thank you, Mataji. The most fortunate emperor, Maharaja Parikshit, was entrusted with the kingdom of Hastinapura by Maharaja Yudhishthira when he decided to retire to the forest. He is now ruling the world with great success due to his being glorified by the deeds of the kings of the Kuru dynasty. അപ്പോൾ മഹാരാജ പരീക്ഷിത് മോസ്റ്റ് ഫോർച്യുനേറ്റ് എംപറർ, ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ചക്രവർത്തി സാമ്രാട്ടാണ്. ആരാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തത്? തൻ്റെ സ്വന്തം ഗ്രാൻഡ് ഫാദർ യുധിഷ്ഠിര മഹാരാജാവ്. എപ്പോ അവരെല്ലാവരും പാണ്ഡവരെല്ലാവരും റിട്ടയർ ചെയ്തു വനത്തിലേക്ക്. അവരുടെ രാജഭരണം കഴിഞ്ഞു, അവർക്ക് സമയമായി, വിരമിക്കാനുള്ള സമയമായി. അപ്പോൾ അവരെല്ലാവരും കാട്ടിലേക്ക് പോയി, റിട്ടയർ ചെയ്തു. ആ സമയത്താണ് യുധിഷ്ഠിര മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവിന് ഈ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിനെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്തു മറ്റുള്ള എല്ലാവരും, അതേപോലെ തന്നെ
കുരു ഡൈനാസ്റ്റിയുടെ ഈ മഹാരാജ പരീക്ഷനെ എല്ലാവരും ഗ്ലോറിഫൈ കാണിച്ചാൽ അദ്ദേഹം യുധിഷ്ഠിര മഹാരാജനെ പോലെ തന്നെയായിരുന്നു, നല്ലൊരു രാജഭരണം കാഴ്ചവെച്ചു. So the prolonged sacrificial ceremonies undertaken by the sages of Naimisharanya were begun shortly after the demise of Maharaja Parikshit. Sacrifice was to continue for 1000 years, and it is understood that in the beginning some of the contemporaries of Baladeva, the elder brother of Lord Krishna, also visited the sacrificial feast. നേരത്തെ പറഞ്ഞ പോലെ നൈമിശാരണ്യത്തിൽ 1000 years of sacrifice ആണ് തുടങ്ങി വെച്ചത് നൈമിശാരണ്യത്തിലെ സേജസ്. അപ്പോൾ അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് ഇതിൽ പ്രഭാത പർപ്പിൾ പറയുന്നത്, ദ പ്രൊലോങ് സാക്രിഫിഷ്യൽ സെറിമണീസ്, പ്രൊലോങ് പറഞ്ഞാൽ 1000 years ആണ്. ഒരു ദിവസം 2 ദിവസം എന്നല്ല, ഒരു കൊല്ലം എന്നല്ല, 1000 years സാക്രിഫൈസ് ആയിരുന്നു അവരുടെ. ബിഗൺ ഷോർട്ട്ലി ആഫ്റ്റർ ദ ഡിമൈസ് ഓഫ് മഹാരാജ പരീക്ഷിത്. ഷോർട്ട്ലി ആഫ്റ്റർ ദ ഡിമൈസ് ഓഫ് മഹാരാജ പരീക്ഷിത്തിന്റെ കാലശേഷം, വളരെ അടുത്ത് തന്നെ. സാക്രിഫൈസ് വാസ് ടു കണ്ടിന്യൂ ഫോർ 1000 years. And it is understood that in the beginning of the contemporaries of Baladeva, the elder brother of Lord Krishna, also which is, നമുക്കറിയാം രാമകൃഷ്ണൻ സൂത അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ വധിച്ചു. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സൂത ഗോസ്വാമി അവിടെ ഏൽപ്പിച്ചത് അല്ലെ. ആ സമയത്താണ് ശ്രീമദ് ഭാഗവതം നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് പറയുന്നത്. അതായത് എന്താണോ പരീക്ഷിത് മഹാരാജ് സുഖദേവ് ഗോസ്വാമിയുടെ നിന്ന് കേട്ടത് അത് തന്നെയാണ് എവിടെ വെച്ചിട്ട് നൈമിശാരണ്യത്തിൽ വെച്ച് റീടെല്ലിംഗ് ആണ്. റീടെല്ലിംഗ് ദ സെയിം സ്റ്റോറി, സെയിം നരേഷൻ. അന്ന് അവരൊക്കെ ശ്രുതിധറായിരുന്നു. എന്താണ് ശ്രുതിധർ എന്ന് പറഞ്ഞാൽ, എന്താണോ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് അത് അതേപോലെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും അല്ലെ. ഒരു വ്യത്യാസം ഇല്ലാണ്ട് അവർക്ക് റീനറേറ്റ് ചെയ്യാൻ പറ്റും, റീടെൽ ചെയ്യാൻ പറ്റും. അതാണ് ശ്രുതിധർ. അപ്പോൾ ഇവിടെ സുഖത്തലില് പരീക്ഷിത് മഹാരാജാവിന് സുഖദേവ് ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പറയുന്ന ആ അസംബ്ലിയിലെ ആരായിരുന്നു? വൺ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, അതാണ് സൂത ഗോസ്വാമി. സൂത ഗോസ്വാമിയെ അവിടെ സഭയിൽ കണ്ടപ്പോൾ സുഖദേവ് ഗോസ്വാമി പറയുന്നുണ്ട്, വളരെ അടുത്ത്, അവർ പരസ്പരം അറിയുന്നില്ല. ഒരുപാട് സേജസ് ഉണ്ട്. സുഖദേവ് ഗോസ്വാമിയുടെ ആ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ വേണ്ടി വ്യാസദേവനുണ്ട്, നാരദ മഹർഷിയുണ്ട്, എല്ലാവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഗ്രേറ്റ് സേജസ്. ഇദ്ദേഹം ഒരു 16 വയസ്സുള്ളൂ. ആ സഭയിൽ സൂത ഗോസ്വാമി ഉണ്ട്. അപ്പൊ സൂത ഗോസ്വാമിയെ പോയിന്റ് ചെയ്തിട്ട് സുഖദേവ് ഗോസ്വാമി പറയുന്നുണ്ട്, ഭാഗവതത്തിലുണ്ടത്. അതായത് ഈ സൂത ഗോസ്വാമി നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് ഇതേ ഭാഗവതം സേജസിന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ അദ്ദേഹത്തിന് അറിയാം? ത്രികാലജ്ഞന്മാരവരൊക്കെ, അതായത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അറിയുന്ന ആൾക്കാരെ, സാധാരണ വ്യക്തികളല്ല. പോയിന്റ് ചെയ്ത് പറയുന്നത് സൂത ഗോസ്വാമി നൈമിശാരണ്യത്തിലെ ഇതേ ശ്രീമദ് ഭാഗവതം നൈമിശാരണ്യത്തിലെ സേജസിന് പറഞ്ഞു കൊടുക്കുന്നു പറയുന്നുണ്ട്. അത് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാണ്, ഭവിഷ്യവാണി പറയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അന്ന് ബലദേവനും അവിടെ ഈ സാക്രിഫിഷ്യൽ പ്ലേസ് വിസിറ്റ് ചെയ്യണ്ടായി. ആ സമയത്താണ് രാമകൃഷ്ണൻ സൂത ഇത് തുടങ്ങി വെച്ചത്, ഈ സാക്രിഫൈസ്. അദ്ദേഹം ആദരിച്ചില്ല. ബലരാമൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല. അതൊരു ആക്ച്വലി വ്യാസാസനത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ വരുമ്പോൾ എഴുന്നേൽക്കണ്ടെന്ന് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ആൾ ആരാണ് അതുകൂടി നോക്കണം. സാധാരണ വ്യക്തിയല്ല, ആദി ഗുരുവാണ്. ഈസ് ആൾസോ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അത് വരുമ്പോൾ തീർച്ചയായിട്ടും എഴുന്നേൽക്കേണ്ടതുണ്ട്. പക്ഷെ അതൊരു എറ്റിക്കേറ്റ് ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിനെ വച്ച്. പക്ഷെ ഇനി ആര് ചെയ്യും ഇത്, കണ്ടക്ട് ചെയ്യും ഈ സാക്രിഫൈസ്? അപ്പോഴാണ് അദ്ദേഹം സൂത ഗോസ്വാമി ഇതിനെ നിയോഗിക്കുന്നത്, സേജസ് എല്ലാം റിക്വസ്റ്റ് ചെയ്തപ്പോൾ. So according to some authorities, the present tense is also used to indicate the nearest margin of time from the past. In that sense, present tense is applied to the reign of Maharaja Parikshit here. For a continuous fact, also present tense can be used. അതായത് ഇത് എപ്പോൾ തുടങ്ങി എന്നുള്ള ഒരു വാദമാണ് ഇവിടെ പറയുന്നത്. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഒക്കെ. പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിക്കൊണ്ടിരുന്നു ആൾറെഡി. അപ്പോൾ അതുകൊണ്ട് പ്രസന്റ് ടെൻസും അത് യൂസ് ചെയ്യാം എന്നാണ്.
the principles of Maharaja Parikshit can be still continued and human society can still be improved if there is determination by the authorities. We can still purge out some of the state, purge out from the state all the activities of immorality introduced by the personality of Kali if you are determined to take action like Maharaja Parikshit. Even ഇന്നത്തെ കാലത്തും നമുക്ക് ആരെങ്കിലും, അതായത് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആണെങ്കിൽ, നല്ല ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ എല്ലാം നീക്കം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ആരെല്ലാമാണോ ഈ ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്യുന്നത് അവരെല്ലാം നിലത്ത് നിർത്താൻ പറ്റും. അതൊന്നും എല്ലാം ഇല്ലാതാക്കാൻ പറ്റും. അതിന് പറ്റുന്ന നല്ല രാജാക്കന്മാർ, നല്ല ലീഡേഴ്സ് വേണം. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ലീഡേഴ്സ് ഇന്നത്തെ സൊസൈറ്റിയിൽ കാണുന്നില്ല. അതാണ് ഇഫ് യു ആർ ഡിറ്റർമിൻ ടു ടേക്ക് ആക്ഷൻ ലൈക്ക് മഹാരാജ പരീക്ഷത്തിന് പോലെ നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി. ഈവൻ മറ്റുള്ള ഇപ്പോഴും ഉണ്ട് ചില സ്ഥലത്ത് കിങ്ഡം ഒക്കെ ഉണ്ട്, അവിടെ പിന്നെയും ബെറ്ററാണ്. കാരണം അത്രയും ശക്തമായിട്ടുള്ള ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ, അതായത് എന്താണോ നിയമം വെച്ചാൽ അത് പാലിക്കുന്ന ആൾക്കാരായിരിക്കും ഈ കൂടുതലും. ഇപ്പോൾ ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആണെങ്കിൽ അവിടെ കൂടുതലും നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാറ്റിനും ഓരോ ലൂപ്പ് ഹോൾസ് കാണും. പിന്നെ കൈക്കൊള്ളൻ കാര്യക്കാരൻ, നമ്മുടെ പണമുണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എല്ലാ പഴുതും നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ ബ്രൈബ് ചെയ്ത് നമ്മൾ അതിനെ എല്ലാം വഷളാക്കും. പക്ഷെ കിങ്ഡം ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അങ്ങനെ അവരെന്താണോ നിയമം കൊണ്ട് വെച്ചിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യുന്ന വളരെ കുറഞ്ഞ ശതമാനം മാത്രമായിരിക്കും. So he allotted some place for Kali, but in fact Kali could not find such places in the world at all because Maharaja Parikshit was strictly vigilant to see that there were no places for gambling, drinking, prostitution, animal slaughter. ഇപ്പോൾ ഈ 4 സ്ഥലം അവിടെ പതിച്ചു കൊടുത്തു, അല്ലെ, ഈ സ്ഥലത്തൊക്കെ പോയിട്ട് നിങ്ങൾ ജീവിച്ചുള്ളൂ. പക്ഷെ പരീക്ഷിത് മഹാരാജാവിൻ്റെ രാജ്യത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഗാംബ്ലിങ്ങോ ഡ്രിങ്കിങ്ങോ പ്രോസ്റ്റിറ്റ്യൂഷനോ അനിമൽ സ്ലോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. So modern administrators want to banish corruption from the state, but fools as they are, they do not know how to do it. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവർക്കും കറപ്ഷനും ഇതെല്ലാം ഒഴിവാക്കണമെന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇത് പ്രാബല്യത്തിൽ വരുത്തണം അവർക്കറിയില്ല. കാരണം എന്താ, ബട്ട് ഫൂൾസ്, അവർ വിഡ്ഢികളാണ്. അവരുടെ തല ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ നടപ്പിലാക്കാൻ. ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ ഗൈഡൻസ് എടുക്കണം, ഗുരുവിൽ നിന്ന് നമ്മൾ ഗൈഡൻസ് എടുക്കണം, എന്നാൽ നമുക്കത് നടപ്പിലാക്കാൻ പറ്റും. അതുകൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല. അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ശാസ്ത്രം റെഫർ ചെയ്യണം, ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യണം, ഭഗവത്ഗീത ഫോളോ ചെയ്യണം, ഭാഗവതം ഫോളോ ചെയ്യണം, ആചാര്യന്മാരെ ഫോളോ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ലോ ബോക്സ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് ഇഷ്ടം പോലെ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കും, അതിനെല്ലാം ബ്രേക്കും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ നല്ല ലീഡേഴ്സ് ഉണ്ടായിരിക്കുക, നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് ഫോളോ ചെയ്താൽ ഇത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. എങ്ങനെ പരീക്ഷിത് മഹാരാജ നടപ്പിലാക്കിയോ അതേപോലെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. So they want to issue licenses for gambling houses, wine and other intoxicating drug houses, brothels, hotel prostitution and cinema houses, and falsity in every dealing, even in their own, and they want at the same time to drive out corruption from the state. ഇതിനെല്ലാം ലൈസൻസ് കൊടുക്കും. ഗാംബ്ലിങ്ങിനും പ്രോസ്റ്റിറ്റ്യൂഷനും ബ്രോതൽസിനും ഡ്രഗ് ഹൗസിനും ഇതിനെല്ലാം ലൈസൻസ് കൊടുത്തിട്ട് അവർ വിചാരിക്കുന്ന കറപ്ഷൻ എനിക്ക് ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇതെല്ലാം കറപ്ഷനെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു വ്യക്തിയെ വളരെ അധമനായിട്ടുള്ള ഒരു വ്യക്തിയാക്കാനുള്ള ഒരു ഇതാണ്. ഓക്കെ, അധമ തലത്തിലേക്ക് നമ്മളെ താഴ്ത്തും. അപ്പോൾ ഇതൊന്നും പാടില്ല. അപ്പോൾ ഇതൊക്കെ ലൈസൻസും കൊടുക്കും, എനിക്ക് നല്ല ആൾക്കാരായിട്ട് ജീവിക്കും വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു രാജ്യഭരണം കാഴ്ചവെക്കാൻ വേണ്ടി നല്ല പ്രജകളുമായിരിക്കും, കറപ്ഷൻ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ദേ വാണ്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് വിതൗട്ട് ഗോഡ് കോൺഷ്യസ്നെസ്. അതായത് രാമരാജ്യം വേണം, രാമനെ വേണ്ട. അതേപോലെ ദേ വാണ്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് വിതൗട്ട് ഗോഡ് കോൺഷ്യസ്.
അപ്പൊ നമ്മൾ നല്ല ഒരു രാജ്യം വേണം, പക്ഷേ ഈശ്വരവിശ്വാസം ഒട്ടും പാടില്ല. അങ്ങനെ നടക്കില്ല. ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ ടു അഡ്ജസ്റ്റ് ടു കോൺട്രഡിക്ടറി മാറ്റേഴ്സ്? രണ്ടും വിരോധാഭാസമുള്ള ആ സബ്ജക്റ്റ് എങ്ങനെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. So if we want to drive out corruption from the state, we must first of all organize society to accept the principles of religion, namely austerity, cleanliness, mercy and truthfulness. അപ്പോൾ നമുക്ക് ടോട്ടലി ഈ അഴിമതി, കറപ്ഷൻ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ആ ധാർമ്മിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെങ്കിൽ അതിന് നല്ല ഒരു അധികാരി, ഒരു ലീഡർ വേണം. അവർ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ 4 മെയിനായിട്ട് ഇതാണ് ഗ്രോസ് ആയിട്ടുള്ള സിൻഫുൾ ആക്ടിവിറ്റീസ്. ഈ ഗ്രോസ് ആയിട്ടുള്ള 4 സിൻഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം താനെ വന്നു ചേരും. എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തപസ്, ശൗചം, ദയ ആൻഡ് സത്യം. ഇത് 4 നമുക്ക് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പിന്നെ ഒന്നും സൊസൈറ്റിയിൽ ഒന്നും സംഭവിക്കില്ല. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ആ സ്ഥാനത്ത് വന്ന് ചേരും. And to make the condition favorable, we must close all places of gambling, drinking, prostitution and falsity. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിനും പാപകർമ്മങ്ങൾക്കും ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. ഗാംബ്ലിംഗ് ഉണ്ടാവാൻ പാടില്ല, ഡ്രിങ്കിങ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഫോൾസിറ്റി, ഇതൊന്നും പാടില്ല. അപ്പോൾ ഇതെല്ലാം ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ ഓരോ കാര്യങ്ങൾ അവർ പെർമിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാവർക്കും പെർമിഷൻ. ആർക്കും എങ്ങനെയെങ്കിലും ഭരണാധികാരികൾക്ക് അവരുടെ പോക്കറ്റ് തരണം, അവർക്ക് നന്നായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. പ്രജകൾ എങ്ങനെ ആയിക്കോട്ടെ, സിറ്റിസൺസ് എങ്ങനെ ആയിക്കോട്ടെ, അവർക്ക് നന്നാവണം, അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ വളരെ കുറച്ച് ആൾക്കാർ, സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ, അവർ ഈ ആധ്യാത്മിക ജീവിതം നയിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും രക്ഷപ്പെടും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് അറിയുന്ന, തത്വം അറിയുന്ന, അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ അറിയുന്ന നമ്മളെല്ലാവരും ഇത് നമ്മൾ ആചരിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക കൂടി വേണം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയുന്ന കുറച്ചെങ്കിലും ആൾക്കാർക്ക്, വീട്ടിലുള്ള ആൾക്കാർക്കോ ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാർക്കോ അങ്ങനെ പറ്റുന്ന വിധത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ റിസെപ്റ്റീവ് ആണെങ്കിൽ. റിസെപ്റ്റീവ് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മറ്റുള്ളവരെയും കൂടി സഹായിക്കാൻ പറ്റും. ദീസ് ആർ സം ഓഫ് ദ പ്രാക്ടിക്കൽ ലെസൺസ് ഫ്രം ദ പേജസ് ഓഫ് ശ്രീമദ് ഭാഗവത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അവരവരുടെ കഴിവനുസരിച്ചിട്ട് ദേശകാല പാത്രം അതനുസരിച്ച് നമ്മളും പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രീമദ് ഭാഗവതത്തിന് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പർപ്പോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചില പ്രഭാത എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അടുത്ത 45 അടുത്ത ക്ലാസ്സിൽ. സോ വാഞ്ചാകൽപതരൂപേച്ഛ കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. वो प्रेमानंदे. हरि हरि बोल. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ